നല്ല മധുരമുള്ള പലഹാരങ്ങൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് കാണണേ. നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഒരു മിക്സി ജാറിലേക്ക് ആദ്യം ഒരു കപ്പോളം റവ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു 3/4 കപ്പോളം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് അരച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ടേ. ഇനി ബൗളിലേക്ക് ഒരു 1/2 കപ്പ് മൈദയും അതുപോലെ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/2 കപ്പോളം തന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഏകദേശം നമ്മുടെ ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഉണ്ടാകേണ്ടത്. ഇതാണ് കേട്ടോ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വളരെ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഏകദേശം അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുക. ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടൈം അധികം വെക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്. മാവൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കംപ്ലീറ്റ് മേക്ക് ചെയ്തെടുക്കാം. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം ഒരു കയ്യിൽ വീതം ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം മധുരമുള്ള കൂട്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ആ ഒരു ടൈമിൽ ഷുഗർ സിറപ്പ് കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര എടുക്കാം കേട്ടോ. നമ്മളിവിടെ ഏകദേശം ഒരു 1/2 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് ലയിപ്പിച്ചതിന് ശേഷം കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ട് കംപ്ലീറ്റ് ഇതുപോലെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ കൂട്ട് കംപ്ലീറ്റ് നമ്മളിതാ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പഞ്ചസാര ലൈനി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എല്ലാ അപ്പവും അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഏകദേശം നമ്മുടെ ഗുലാബ് ജാമിൻ്റെ അതേ ടേസ്റ്റൊക്കെയാണ് തരുന്നതെങ്കിലും ഇതിൻ്റെ പേര് മാൽപ്പുവ അല്ലെങ്കിൽ പൂവ എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ മധുരത്തിനോട് ഇഷ്ടമുള്ളവർ എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നവരാത്രി സ്പെഷ്യലായിട്ട് ഇന്നത്തെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.